വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസിൽ നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള തിയറി പേപ്പറാണ് ബിസിനസ് അനലറ്റിക്സ്. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലെ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, എക്സാം റിലേറ്റഡ് ലൈവ് ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും എന്ന് പറഞ്ഞാൽ അവസാന മൊമെന്റിലാണ് ബുക്ക് തൊട്ടിട്ടുള്ളതെങ്കിൽ അവർക്കും ഒന്ന് പാസ് ആക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് എന്ന് പറയുന്ന ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മളെല്ലാ പേപ്പേഴ്സിൻ്റെയും അസൈൻമെന്റ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രത്യേകതയുടെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. ടെക്നോളജി ആണല്ലോ, അത് ബിസിനസിന്റെ അല്ലെ ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിനെ പറ്റിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഈ 4 ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനുള്ള. അപ്പോൾ ഈ 4 ബ്ലോക്കിൽ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ മിനിമം ഒരു ഫസ്റ്റ് 2 ബ്ലോക്കുകൾ ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പാസ് ആകാൻ സാധിക്കും. ഈ 4 ബ്ലോക്കിൽ കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള ഏരിയാസ്, കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് അല്ലെങ്കിൽ ഉള്ള കണ്ടന്റ് പ്രസന്റ് ചെയ്താലും സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് മൊഡ്യൂൾ നമ്പർ 3 ആണ്. അപ്പൊ നമുക്കറിയാം 4 essay ചോദ്യങ്ങൾ ഉണ്ട്, അതിൽ 2 എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾ ആദ്യത്തെ 2 ബ്ലോക്ക് നോക്കിയാൽ തന്നെ 2 essay കിട്ടും. അല്ലെങ്കിൽ ലാസ്റ്റ് ബ്ലോക്കും കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് essay എന്തായാലും ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, ദെൻ ഈ പറയുന്ന 5 മാർക്കിന്റെ ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ 10 എണ്ണത്തിൽ 6 എഴുതിയാൽ മതി. അപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികളെ എല്ലാ ബ്ലോക്കും നിരത്തി എന്ത് ചെയ്യരുത്, പഠിച്ച് അവസാനിപ്പിക്കാൻ ഓടിപ്പോകുന്നതിന് പകരം മിനിമം ഏതെങ്കിലും ഒരു 2 ബ്ലോക്ക് വരേക്ക് പഠിക്കുക. അതല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, എൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ അല്ലെങ്കിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ കാണാം. ഇപ്പം നമുക്ക് വേണ്ടത് ടോട്ടൽ 35 മാർക്കാണ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കും അത് ഈസി ആയിട്ട് പോസിബിൾ ആണ് മേടിക്കാൻ. കാരണം 70 മാർക്കിൽ 21 മാർക്ക് എങ്ങനെ നേടാൻ സാധിക്കും? അതിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 essay ചോദ്യങ്ങൾ കിട്ടാൻ 4 എണ്ണത്തില് ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളത് നോക്കിയാൽ മതി. ഇപ്പം ഞാൻ ഓൾറെഡി ഷുവറായിട്ട് പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മളിപ്പോൾ ആദ്യത്തെ ബ്ലോക്കിൽ യൂണിറ്റ് നമ്പർ 2 നിന്ന് ഡാറ്റ അനലറ്റിക്സ് എന്താണ്, അതിന്റെ ടൈപ്സ് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ബ്ലോക്കിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്ന സമയത്ത് പെർഫോമൻസ് അനാലിസിസിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ഡാഷ്ബോർഡിനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലോക്ക് നമ്പർ 2 ബിസിനസ് ഇന്റലിജൻസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്റർപ്രൈസ് റിപ്പോർട്ടിങ്ങിന്റെ ടൂൾസിന്റെ ഫീച്ചേഴ്സ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ യൂസസ് ഓഫ് നോർമൽ ഫോംസ്. അപ്പൊ ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ essayക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും ആദ്യത്തെ മിനിമം 2 ബ്ലോക്ക് നോക്കിയാൽ 2 essay കിട്ടും. നമുക്കറിയുന്ന പോലെ 2 എണ്ണം എഴുതിയാൽ ഒരെണ്ണത്തിന് 5 മാർക്ക് കിട്ടിയാൽ മതി. 2 കൂടി ഒരു 10 മാർക്ക് എന്തായാലും കിട്ടും. കാരണം 15 മാർക്കിന്റെ essay ആണ്. നമ്മൾ കറക്റ്റ് ഫോമൊക്കെ ഫോളോ ചെയ്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ essayക്ക് എപ്പോഴും നിങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ ഈ ഒരു ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ആ ഒരു ഫോമാറ്റും പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും 5 മാർക്കിനേക്കാൾ കൂടുതൽ കിട്ടും. അപ്പൊ 2 essay നമുക്ക് അറിയുന്ന പോലെ പ്രസന്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ 10 മാർക്സ് എബവ് കിട്ടി. ഇനി നിങ്ങൾ 2 മാർക്സിന്റെ ഏരിയയിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ കുറച്ച് ചോദ്യങ്ങളുടെ സജഷൻസ് നൽകിയിട്ടുള്ളതിൽ നിന്ന് 8 എണ്ണത്തിൽ 5 എണ്ണം എഴുതേണ്ടത്, നിങ്ങൾക്ക് ഒരു മിനിമം 3 എണ്ണം എങ്ങനെയും കിട്ടും. ഞാൻ ആ കൂടി ഒരു 10-12 ചോദ്യങ്ങളാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതിൽ നിന്ന് നമുക്ക് എന്തായാലും 3 എണ്ണം കിട്ടാൻ ഒരു പാടില്ല. ആ ചോദ്യങ്ങൾ പഠിച്ച് അവസാനിപ്പിക്കാൻ 1 മണിക്കൂർ വേണ്ട. ഇപ്പൊ പഠിക്കുന്ന കുട്ടിക്കാണെങ്കിലും പോസിബിൾ ആണ്. സോ കുറച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ നൽകിയിട്ടുള്ളതിൽ ഇപ്പൊ CRM എന്താണ്, ERP എന്താണ്, അതുപോലെ തന്നെ OLTP എന്താണ്, ദെൻ DSS EIS എന്താണ്, ഡാറ്റ ക്ലാസിഫിക്കേഷൻ, ഡാറ്റയും ഇൻഫർമേഷനും, ഡാറ്റ അനലറ്റിക്സ്, അതുപോലെ തന്നെ ബിസിനസ് ഇന്റലിജൻസ് എന്താണ്, ബിസിനസ് ഇന്റലിജൻസും ബിസിനസ് അനലറ്റിക്സും തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ ഇംപ്ലിമെന്റേഷൻ ലെയറോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ലെയറോ
അങ്ങനെ ലെയേഴ്സിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഡാറ്റ സോഴ്സസ് എന്താണ്? ഡാറ്റ മാപ്പിംഗ്, ഡാറ്റ ക്വാളിറ്റി, ഡാറ്റ ഇന്റഗ്രേഷൻ, ഇതിന്റെ കൺസെപ്റ്റ്. അതുപോലെ തന്നെ സ്റ്റാർ സ്കീമ, സ്നോഫ്ലേക്ക് സ്കീമ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിന് പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ ബെഞ്ച് മാർക്കിംഗ് എന്താണ്? അതുപോലെ തന്നെ ബാലൻസ് സ്കോർ കാർഡ് എന്താണ്? ഫണൽ റിപ്പോർട്ടിംഗ് എന്താണ്? 2 മാർക്കിന് ഞാൻ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ സജഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 3 എണ്ണം കിട്ടാൻ ഒരു പാടില്ല, കുറച്ച് ചോദ്യങ്ങളുള്ളോ. സോ അതിൽ നിന്ന് തന്നെ നമുക്കൊരു 6 എബോവ് കിട്ടിക്കഴിഞ്ഞാൽ, 6 മാർക്ക് കിട്ടി കഴിഞ്ഞാൽ തന്നെ 16 മാർക്കായി. അപ്പോൾ ഇങ്ങനെ പാർട്ട് സിയും പാർട്ട് എയിൽ നിന്ന് തന്നെ 16 മാർക്സ് എബോവ് കിട്ടിയും 16 മാർക്സ് എബോവ് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൽ പറഞ്ഞ പല ചോദ്യങ്ങളും നമുക്ക് പാർട്ട് ബിയിലും കാണാം. അതിൽ 6 ചോദ്യങ്ങളാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് തന്നെ നമുക്ക് ഇപ്പോൾ കോർ ബിസിനസിന്റെ പ്രോസസ്സ്, ഇന്നോവേറ്റീവ് ടെക്നോളജീസിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ, ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസാ. അതുപോലെ തന്നെ ബാലൻസ് സ്കോർ കാർഡ് എന്താണ്, അതിന്റെ എക്സ്പ്ലനേഷൻ, ERP അതിന്റെ എക്സ്പ്ലനേഷൻ, EIS DSS അതിന്റെ എക്സ്പ്ലനേഷൻ, ഇതൊക്കെ നമ്മൾ 2 മാർക്സിലും പ്രതീക്ഷിക്കുന്ന പറഞ്ഞില്ലേ അത്. അതുപോലെ തന്നെ ഫണൽ റിപ്പോർട്ടിങ്ങിനെ പറ്റിയുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ പാർട്ട് എയിലേക്കും പാർട്ട് സിയിലേക്കും പറഞ്ഞ പല ചോദ്യങ്ങളും പാർട്ട് ബിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ നോക്കിയാൽ മതി. സോ അതും നമുക്ക് അറിയുന്ന പോലെ പ്രസന്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ 21 അല്ല അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും സ്കോർ ചെയ്യാൻ സാധിക്കും. മനസ്സിലാവുണ്ടോ? സോ അതുകൊണ്ട് തന്നെ പഠിച്ചു കഴിഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ അടിച്ചിരിക്കരുത്. നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് ബുക്ക് തൊടാണെങ്കിൽ പോലും നിങ്ങൾക്ക് പാസ്സാകാനുള്ള സാധ്യത അവിടെ ഉണ്ടെന്നുള്ളതാണ്. വെറുതെ ഒരു വർഷം കളയണ്ട. ഓക്കെ, അതിനു വേണ്ടിയുള്ള നമ്മുടെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് മുഴുവൻ കാണുക, അതിന്റെ ബേസിൽ നിങ്ങൾ പഠിക്കുക. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.